الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ അടിമകൾക്കുണ്ടാകേണ്ടുന്ന ചില ഉന്നതമായ സ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതായ ദുസ്വഭാവങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും അല്ലെങ്കിൽ ആ പറയപ്പെട്ട ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട 6 എണ്ണത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്നവൻ എന്ന് മാത്രമല്ല ആ വാക്കിനർത്ഥം. ചിലപ്പോൾ നമ്മളെ മനസ്സ് നമ്മളോട് പറയും അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോയിക്കോളും. പക്ഷെ അങ്ങനെയല്ല. ഒരു സത്യവിശ്വാസി മരിക്കുന്നത് വരെ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ടുന്ന ചില അഖ്ലാഖുകളുണ്ട്, സ്വഭാവങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ. എന്നാൽ ഒരിക്കലും പാടില്ലാത്ത നിശേഷം മാറ്റിക്കളയേണ്ടുന്ന ചില ദുസ്വഭാവങ്ങളും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ നമുക്ക് പറഞ്ഞു തന്ന ഒരു ദുസ്വഭാവമാണ് അൽ ബുഖൽ, പിശുക്ക്. നിങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ എന്താ പറയാന്നറിയില്ല. പിശുക്ക് വെറും ഒരു സാമ്പത്തിക മേഖലയുമായി മാത്രം ബന്ധപ്പെട്ട ഒരു സ്വഭാവമല്ല. അത് മറ്റൊരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സത്യവിശ്വാസിക്ക് ഉണ്ടാവാനേ പാടില്ലാത്ത ഒരു സ്വഭാവമാണ്. ബഹുമാനപ്പെട്ട ഉലമാക്കൾ എഴുതി, അംബിയാ മുർസലീങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് ഒരാളെ മാറ്റിക്കളയുന്ന രീതിയാണ് പിശുക്കനാവുക എന്നുള്ള അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യജ്തമിഉ അശ്ശുഹു വൽ ഈമാനു ഫീ ഖൽബി അബ്ദിൻ അബദൻ. ഒരിക്കലും ഒരു സത്യവിശ്വാസിയുടെ ഖൽബിൽ ഈമാനും അതിനോടൊപ്പം പിശുക്കൻ സ്വഭാവവും
ഒരുമിച്ച് കൂടുകയില്ല. അപ്പൊ നല്ല മുവഹിദായ ഒരാള്, യൗമുൽ ഖിയാമയിൽ അത്ര ഉറച്ച് വിശ്വസിക്കുന്ന ഒരാള്, പക്ഷെ അയാൾക്ക് സ്വഭാവത്തിൽ പിശുക്കുണ്ടെങ്കിൽ അയാളുടെ ഈമാൻ അപകടത്തിലാണ്. കാരണം ഒരു മുഅ്മിൻ പിശുക്കനാവൂല, ഒരു പിശുക്കന് മുഅ്മിനാവാനും പറ്റൂല. എങ്കിൽ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആര്? മുവഹിദുകൾ, സത്യവിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 1-2 ഭാഗങ്ങളിൽ ശുഹ് എന്ന പദപ്രയോഗം തന്നെ നടത്തിയിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹു തആല ആ വാക്കിന് അർത്ഥം പറഞ്ഞു. ശറഇൽ ബുഖ്ൽ എന്ന് പറഞ്ഞാൽ ഇംതിനാഉൽ മർഇ അൻ അദാഇ മാ ഔജബ അല്ലാഹു തആല അലൈഹി. ഒരടിമക്ക് അല്ലാഹു ചില കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തോളാൻ നിയമമാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങൾ തനിക്ക് വേണ്ടി താൻ എന്തോ ഒരു ലാഭം ആഗ്രഹിച്ച് തടയിടുക, അതവൻ ചെയ്യാതിരിക്കുക. ഇബ്നു ഹജർ റഹ്മഹുല്ലാഹു തആല കുറച്ചും കൂടി വിശദീകരിച്ചു. ബുഖൽ എന്ന് പറഞ്ഞാൽ മൻഉ മാ യുത്ലബു മിമ്മാ യുഖ്തന. ആരെങ്കിലും ഒരാൾ വന്നൊരുത്തനോട് അയാൾക്ക് എന്തോ ഒരു അത്യാവശ്യമുള്ള സംഗതി ചോദിക്കുമ്പം അത് നൽകാനുള്ള കഴിവുണ്ടായിരുന്നിട്ടും നൽകാതിരിക്കുക. അതെന്തു ആവാം, ഒരു പൈസ മാത്രമല്ല, നൽകാനുള്ള കഴിവുണ്ട്. ഇനി ഈ ചോദിച്ചു വന്ന ആള് ചോദിക്കാൻ അർഹനാണ്, അയാൾക്ക് നൽകേണ്ടതുണ്ട് എന്നുറപ്പുണ്ടായിട്ടും നൽകാതിരിക്കൽ പിശുക്കിന്റെ ഏറ്റവും മോശമായ അവസ്ഥയാണ്. ചോദിച്ചു വന്ന ആളെ നമുക്കറിയാം, അയാൾ അർഹനാണ്, അയാൾക്ക് എന്തോ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചോദിക്കുന്നതാണ് എന്ന് ഉറപ്പുണ്ട്, ഇയാൾക്ക് കൊടുക്കാനുള്ള കഴിവുണ്ട്, വിശാലതയുണ്ട്, എന്നിട്ടും കൊടുക്കാതിരുന്നാൽ അതാണ് ഏറ്റവും മോശമായ പിശുക്ക്. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, എന്നാൽ ഈ പിശുക്കിന്റെ എല്ലാം കൂട്ടത്തില് അള്ളാഹുവിനെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അത് അൽ ബുഖ്ലു മഅ ഹിർസിൻ, ധനത്തിനോടും മറ്റും അത്യാഗ്രഹിയായതുകൊണ്ട് മാത്രം പിടിച്ചു വെക്കുന്ന അവസ്ഥ. 2 തരത്തിലുണ്ടാവും കൊടുക്കാതിരിക്കല്. ചിലപ്പം അയാളെ പറ്റി ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, ചിലപ്പോൾ എനിക്ക് അവിടെ കൊടുക്കാനുണ്ടാവും, ചിലപ്പോൾ ഇതിനേക്കാളും അർഹതയുള്ള വേറെ ആരെങ്കിലും എന്റെ അറിവിലുണ്ടാവും, അതൊക്കെയാവാം. ഇതുകൊണ്ടൊന്നുമല്ല, അയാൾ കൊടുക്കാത്തത് മഅഹ്റുസിൻ, പണത്തിനോടുള്ള ആർത്തി കൊണ്ട്. അത് ഞാൻ ഓന് കൊടുത്താൽ എന്റേത് കുറഞ്ഞു പോകുമെന്നുള്ള പേടി കൊണ്ട്. അത് അള്ളാഹുവിനെ ഏറ്റവും അധികം വെറുപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. മദീനക്കാരായ അൻസാറുകളെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാടായി പിന്നീട് തെരഞ്ഞെടുത്ത മദീനത്തുൽ മുനവ്വറയുടെ വക്താക്കൾ അൻസാറുകൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശംസിച്ചു പറഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം. മക്കക്കാരായ മുഹാജിറുകൾ മദീനയിലേക്ക് അവരുടെ ദീനിനു വേണ്ടി അവരുടെ വീടും സ്വത്തും കുടുംബവും എല്ലാം ഒഴിവാക്കി വരുന്നതിന് മുമ്പേ തന്നെ മക്കക്കാർക്ക് വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ച വിശാല മനസ്കരായ ആളുകൾ അൻസാറുകളെ അള്ളാഹു പ്രശംസിച്ചതാണ്. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, എല്ലാം വിട്ട് മക്കത്ത് നിന്ന് മദീനയിലേക്ക് വന്ന ആളുകളോട് അവർക്ക് ദേഷ്യമല്ല ഉണ്ടായത്. എന്തിനാ ഇപ്പൊ അങ്ങനെ വരേണ്ട കാര്യം? എന്തെങ്കിലും എടുത്തിട്ട് വന്നാൽ പോലെ വെറുതെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും വലിയ പൈസക്കാരൊന്നും അല്ലല്ലോ, ഇനിയിപ്പോ വരുന്ന ആൾക്കാരെ നോക്കണ്ടേ? അങ്ങനെ ഒന്നും അവര് ചിന്തിച്ചില്ല. യുഹിബ്ബൂന, അവര് വളരെയധികം സ്നേഹിച്ചു. മഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജറ ചെയ്ത് വെറും കയ്യോടെ വന്ന 100 കണക്കിന് ആളുകളെ. ഇതാ മദീനക്കാരുടെ പ്രത്യേകത. എന്നിട്ടോ വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, മദീനക്കാരാണെങ്കിൽ അവർക്ക് നൽകപ്പെട്ട അനുഗ്രഹം നിഅമത്തുകളിൽ നിന്ന് നേർപകുതിയാക്കി ഓരോന്നും വന്നവർക്ക് കൊടുക്കുകയും ചെയ്തു. ആ കൊടുത്തതിൽ ഒന്നുപോലും പിന്നീട് അവർ ഇങ്ങോട്ട് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. അള്ളാഹു പറയുന്നവരുടെ മനസ്സിനെ പറ്റി. അടിമന്റെ ഉള്ള അല്ലാത്ത വേറെ ആർക്കും അറിയാൻ പറ്റൂലല്ലോ. മദീനക്കാര് 2 തോട്ടമുള്ളവർ 1 തോട്ടം മുഹാജിറിന് കൊടുത്തു. ചില താരീഖിന്റെ ഉലമാക്കൾ എഴുതി 2ഉം 3ഉം ഭാര്യമാരുള്ളവർ ഒരാളെ ത്വലാഖ് ചെയ്ത് മുഹാജിറായ ചങ്ങാതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അത്ര വലിയ വിശാല മനസ്സ് കാണിച്ചു. എന്നാലോ
തിരിച്ച് അവര് കച്ചവടം ചെയ്യട്ടെ, അവര് പൈസ ഉണ്ടാക്കട്ടെ, കുറച്ച് കഴിയുമ്പോ കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങാം. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു. ഇല്ല, അങ്ങനെ അവര് വിചാരിച്ചതേ ഇല്ല. മാത്രമല്ല വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. മദീനക്കാരും പൈസക്ക് ആവശ്യക്കാരാണ്, അവരും തോട്ടത്തിന് ആവശ്യക്കാരാണ്, അവരും സൗകര്യങ്ങൾക്ക് ആവശ്യക്കാരാണ്. അവരാവശ്യക്കാരായിരുന്നിട്ട് പോലും മറ്റുള്ളവരെ അവർ പരിഗണിച്ചു, അവർ നൽകുകയുണ്ടായി. അള്ളാഹു മദീനക്കാരെ പ്രശംസിച്ച വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ ഈ ബുഖ്ൽ എന്ന് പറയുന്ന ദുസ്വഭാവത്തിന്റെ ഒരു കണിക മദീനക്കാർക്കില്ല. അള്ളാഹു പറഞ്ഞു, ആരാണോ തന്റെ നഫ്സിനെ പിശുക്കിൽ നിന്ന് സംരക്ഷിക്കുന്നത്, എനിക്ക് എന്നെ അറിയാം, നിങ്ങൾക്ക് നിങ്ങളെ അറിയാം, നമ്മളെ എല്ലാരെയും നമ്മളെ പടച്ച റബ്ബിന് കൃത്യമായിട്ട് അറിയാം. ആര് തന്റെ നഫ്സിനെ ഈ പറഞ്ഞ പിശുക്കിൽ നിന്ന് സംരക്ഷിക്കുന്നുവോ അവരാണ് വിജയികൾ. അപ്പൊ വെറും തൗഹീദ് കൊണ്ട് മാത്രം കാര്യം ഉണ്ടാവൂല. ചിലപ്പോ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മുവഹിദിനെ രക്ഷപ്പെടുത്തിയേക്കാം. പക്ഷെ പ്രതീക്ഷ ചിലപ്പം കെട്ടുപോകുന്ന രീതിയാണ് ഈ സ്വഭാവമുള്ളവനെ സംബന്ധിച്ചിടത്തോളം. വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഉലമാക്കൾ പറഞ്ഞു, വെറും പൈസയിൽ മാത്രം നിങ്ങൾ പിശുക്കിനെ കണക്കാക്കരുത്. നമ്മൾ ബുഖ്ല് പറയുമ്പോൾ മനസ്സിൽ ആദ്യം വരുത്തെന്താ? പൈസ കൊടുക്കാത്ത ആളല്ല. അത് മാത്രമല്ല, പൈസയിൽ ബുഖ്ലുണ്ട്, വൽ ഇൽമി, അറിവിലുണ്ട് പിശുക്ക്. ദീനിന്റെ കാര്യങ്ങൾ അറിയാം, പക്ഷെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂല. എന്തേ പറഞ്ഞു കൊടുക്കാത്തത്? അയാൾ ചെയ്തു പോയേക്കുമോ എന്നുള്ള പേടിയില്. അയാൾ നന്മ ചെയ്ത് എന്നെക്കാളും വലിയ നന്മയുള്ളവനാകുമോ എന്ന് പേടിച്ചിട്ട് ഇൽമിനെ മറച്ചു വെക്കുക. അതും ഒരു തരം ബുഖ്ലാണ്. വത്തആം, ഭക്ഷണത്തിൽ പിശുക്ക് കാണിക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ അബൂദറിനോട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, നീ കറി വെക്കുമ്പം വെള്ളം കൂട്ടിയിട്ട് കുറച്ച് അധികം വെച്ചോളൂ, നിന്റെ അയൽവാസിക്ക് ആ കറി കൊണ്ടുപോയി കൊടുക്കാൻ. ഭക്ഷണത്തിൽ പിശുക്ക് കാണിക്കുന്ന ആൾക്കാരുണ്ടാവും. ആൾക്കാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും, നല്ല സ്വഭാവമാണ്, പക്ഷെ അവർക്കും അളന്നു കൊടുക്കുന്നവർ തീർന്നു പോകുന്നുള്ള പേടിയില്, ഇല്ലെങ്കിൽ ബാക്കിയാക്കാനുള്ള ആഗ്രഹത്തില്, അതിലും പിശുക്കുണ്ട്. വൽബുഖ്ലു ഫിസ്സലാം, സലാം പറയുന്നതിനും പിശുക്കുണ്ട്. ആളുകളെ കണ്ടാൽ സലാം പറയാതിരിക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരെ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂല. നിങ്ങൾക്ക് പരസ്പരം, നിങ്ങൾ മുഅ്മിനാകുന്നവരെ സ്വർഗത്ത് പോകാൻ പറ്റൂല. നിങ്ങൾ മുഅ്മിനാവുകയില്ല പരസ്പരം സ്നേഹിക്കുന്നവരെ. എന്നാൽ നിങ്ങൾക്ക് സ്നേഹമുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ബലാ യാ റസൂലല്ലാഹ് അഫ്ശു സലാമ ബൈനക്കും, നിങ്ങൾ സലാം പറയലിനെ വ്യാപിപ്പിക്കുക. അത് കുറക്കുന്നവനും ഇസ്ലാം പരിഗണിക്കുന്നത് പിശുക്കനായിട്ടാണ്. വൽ ബുഖ്ലു ഫിസ്സലാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയാതിരിക്കലും ഒരു തരം പിശുക്കാണ്. വൽ കലാം, ആളുകളോട് ചിലപ്പോ എൻ്റെ ഒരു വാക്ക്, ചിലപ്പോ ഞാൻ പറയുന്ന ചില വർത്തമാനങ്ങൾ സത്യവിശ്വാസിയായ ഒരു അടിമയുടെ മനസ്സിന് സമാധാനം നൽകും, ആശ്വാസം കൊടുക്കാൻ പറ്റും. വിഷമിച്ച് പ്രയാസപ്പെട്ട് പരീക്ഷിക്കപ്പെട്ട ആള് ചിലപ്പം എന്റെ വർത്താനം ആഗ്രഹിക്കുന്നുണ്ടാവും, എന്റെ സഹകരണം ഇഷ്ടപ്പെടുന്നുണ്ടാവും. അതും ഞാൻ ഒളിപ്പിച്ചു വെക്കുക, നല്ല വാക്ക് പറയാതിരിക്കുക, അതും ഒരു തരം പിശുക്കാണ്. വൽ ബുഖ്ലു അലൽ അഖാരിബ്, ബന്ധുമിത്രാദികൾക്ക് മേൽ പിശുക്ക് കാണിക്കുക. ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞു, അഥവാ ബന്ധുക്കൾ ആരെങ്കിലും വീട്ടിലേക്ക് അതിഥി വന്നാൽ ഇവൻ അസ്വസ്ഥനാവുക. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവരെ പരിപാലിക്കണം, അവർക്ക് ആവശ്യമുള്ള എല്ലാം നൽകണം. അവര് വീട്ടിൽ നിന്ന് പോവാതിരിക്കുമ്പം അതൊരു വിഷമം ഉണ്ടാക്കുക, അതും ഒരു തരം ബുഖ്ല. അപ്പൊ എല്ലാ അർത്ഥത്തിലുള്ള ബുഖ്ലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ സത്യവിശ്വാസികളോട് വിമർശിച്ചതാണ്, ആക്ഷേപിച്ചതാണ്, ഒരു മുഅ്മിനിന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായ താക്കീത് പിശുക്ക് കാണിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു. അല്ലാഹു പറഞ്ഞു, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വലാ യഹ്സബന്ന, ഒരിക്കലും വിചാരിച്ചു പോവരുത്. എന്തുകൊണ്ടായിരിക്കും പിശുക്ക് കാണിക്കുന്നുണ്ടാവുക? അതിലൂടെ എനിക്ക് മറ്റെന്തെങ്കിലും ലാഭമോ നേട്ടമോ ഉണ്ടാകൂന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. വലാ യഹ്സബന്നല്ലദീന, ഒരു കൂട്ടം ആളുകൾ ഒരിക്കലും വിചാരിക്കണ്ട, യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി,
അള്ളാഹു അവർക്ക് കൊടുത്ത അവന്റെ ഔദാര്യത്തിൽ പിശുക്ക് കാണിക്കുന്ന ആരും വിചാരിച്ചു പോവണ്ട, ഹുവ ഖൈറൻ ലഹും, അതവന് നല്ലതാണെന്ന്. പിശുക്കുണ്ടെങ്കിൽ ഞാൻ കുറെ മാറ്റി വെച്ച് എനിക്കത് ഉപകാരപ്പെടും, എന്റെ മക്കൾക്ക് ഉപകാരപ്പെടും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭം എനിക്കുണ്ടാവും എന്ന് ഖൈറായി ഒരിക്കലും ഒരാളും അതിനെപ്പറ്റി ചിന്തിക്കണ്ട. ബൽ ഹുവ ശർറുൻ ലഹും, അതവർക്ക് ഷർറായി മാത്രമേ ഭവിക്കുള്ളൂ. ആ പൈസ ഉപകാരപ്പെടൂല, എവിടെങ്കിലും ആയിട്ട് പോകും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ചിലപ്പോ മോൻ ടെറസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴും. ഇന്നലെ ആരോ വന്ന് ചോദിച്ചപ്പം അറിഞ്ഞോണ്ട് കൊടുക്കാവുന്നതാണ്, അത് ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ടി വരും. ബൽ ഹുവ ശർറുൻ ലഹും, അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അപകടങ്ങളൊന്നും ഇല്ലാണ്ട് അള്ളാഹു നമുക്ക് സംരക്ഷണം നസീബാക്കട്ടെ. ഇത് അള്ളാന്റെ താക്കീതാണ്. ഫദ്ല് തന്ന അള്ളാഹുവിന്റെ താക്കീതാണ്. ഞാൻ എന്റെ അടിമയ്ക്ക് എന്റെ ഔദാര്യമായി കൊടുത്തത് എന്റെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാൻ, ഞാൻ പറയും പോലെ ചെയ്യാൻ. എന്റെ അടിയാറുകൾ അവന്റെ മുന്നിൽ വന്നിട്ട് ആവശ്യങ്ങൾ പറയുമ്പോൾ എന്റെ ഫദ്ലാണ് എന്ന് മനസ്സിലാക്കി അവനെ സഹായിക്കാൻ, തിരിച്ചെനിക്ക് എന്റെ റബ്ബ് തരുമെന്ന് വിശ്വസിക്കാൻ, എന്റെ റസൂല് പഠിപ്പിച്ച പോലെ സഹാബത്ത് മാതൃകയാക്കി കാണിച്ച പോലെ, എന്നിട്ടും മോൻ കൊടുക്കുന്നില്ലെങ്കിൽ ബൽ ഹുവ ശർറുൻ ലഹും, അവന് ഷർറ് മാത്രമായിരിക്കും ദുനിയാവിൽ. ഇനി നാളെ ആഖിറത്തിൽ ആർക്കും കൊടുക്കാണ്ട് പൂട്ടി വെച്ചു, ആർക്കും കൊടുക്കാണ്ട് കെട്ടിപ്പൂട്ടി, ആർക്കും കാണിക്കാതെ ഒളിപ്പിച്ചു വെച്ചു. സ്വന്തവും അനുഭവിച്ചില്ല, മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കൊടുത്തതുമില്ല. നാളെ പിറ്റേ ദിവസം മരിച്ചിട്ട് പോവും. അലമാരയിലുള്ളത് അങ്ങനെ തന്നെ ഉണ്ടാവും, ബാങ്കിലുള്ളതും അങ്ങനെ തന്നെ ഉണ്ടാവും. ഇനി എവിടെങ്കിലും ഒളിപ്പിച്ച് കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ അതും അവിടെ ഉണ്ടാവും. ഖിയാമത്ത് നാളിൽ ഞാനത് കൊണ്ടുവരും. സയുത്തവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ. അവർ പിശുക്ക് കാണിച്ച് ഒളിപ്പിച്ചു വെച്ച ആ വസ്തുക്കളുടെ ഒരു മാലയുണ്ടാക്കി ഖിയാമത്ത് നാളിൽ അവരെ കഴുത്തിൽ ഞാൻ അണിയിച്ചു കൊടുക്കും. മാലോകരും മുഴുവനും അവരെ കാണും. അവൻ ആക്ഷേപിക്കപ്പെടും, അവൻ നിന്ദനാക്കപ്പെടും ഖിയാമത്ത് നാളിൽ. എന്തുകൊണ്ട് അള്ളാഹ് ഇങ്ങനെ പറയാൻ കാരണം, ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും ചേർന്ന പരിപാടിയല്ല ഈ സ്വഭാവം. അതുകൊണ്ട് ഇത്രയും വലിയ ശക്തമായ ആക്ഷേപം പറഞ്ഞു. അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്ന എന്ത് പറഞ്ഞിട്ടാ അറിയോ? വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്. മനുഷ്യരെ, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? നിങ്ങൾ ഉണ്ടാക്കിയ സ്വത്ത് നിങ്ങളുടേതാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടു രാപ്പകൽ അധ്വാനിച്ചു ചോര നീരാക്കി, നമ്മൾ പറയാറുണ്ടല്ലോ സാധാരണ. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഈ സംവിധാനങ്ങളൊക്കെ നിന്റേതാണ് എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്. നിനക്ക് ശേഷം അത് മുഴുവൻ അല്ലാഹു തന്നെ തിരിച്ചെടുക്കും, ഒരാൾക്ക് ഉപകാരപ്പെടാതെ. വല്ലാഹു ബിമാ തഅമലൂന ഖബീറ. നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യം അല്ലാഹു വ്യക്തമായി അറിയുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ആതാഹു അല്ലാഹു മാല. ഒരാൾക്ക് അല്ലാഹു സ്വത്ത് കൊടുത്തു. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും എന്ത് പറയൂല? ഒരാൾ സ്വത്ത് ഉണ്ടാക്കി എന്ന് പറയില്ല, ഞാൻ ഉണ്ടാക്കിയതല്ല. മൻ ആതാഹു അല്ലാഹു മാല. ഒരാൾക്ക് അല്ലാഹു സ്വത്ത് കൊടുത്തു, ധനം കൊടുത്തു. ഫലം യുഅദ്ദി സകാത. പക്ഷെ അത് കൃത്യമായി അളന്നതിന്റെ സക്കാത്ത് അവൻ കൊടുത്തു വീടുന്നില്ല, നിർബന്ധമായ സക്കാത്ത്. എന്നാൽ സുന്നത്തായ സ്വതക്കയും അതിൽ നിന്നും അവൻ കൊടുക്കുന്നില്ല. അർത്ഥത്തിൽ പിശുക്കൻ. സക്കാത്ത് നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റുള്ളൂ, അവൻ കൊടുക്കുന്നില്ല. സ്വതക്ക നിർബന്ധമല്ല, പക്ഷേ അതവന്റെ സ്വത്തിന്റെ ശുദ്ധീകരണമാണ്, സംസ്കരണമാണ്, തസ്കിയത്താണ്, അതും നൽകുന്നില്ല. ഒരുത്തരങ്ങനെ ചെയ്താൽ മുസ്തില ലഹു ശുജാഅൻ അഖറ. ശുജാഉൻ അഖറ എന്ന് പേരുള്ള ഒരു പാമ്പിന്റെ കോലത്തിൽ ആ സ്വത്തിനെ ഖിയാമത്ത് നാളിൽ അല്ലാഹു കൊണ്ടുവരും. യുതവഖുഹു യൗമൽ ഖിയാമ. എന്നിട്ട് അവന്റെ കഴുത്തിൽ അല്ലാഹു അതിനെ തൂക്കിയിടുകയും ചെയ്യും. സുമ്മ തല ഹാദിഹിൽ ആയ. ഇത് പറഞ്ഞിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിപ്പോ ഓതിയ ഈ ആയത്ത് ഓതി. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി എന്ന ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയും ചെയ്തു. അതുകൊണ്ട് ഒരിക്കലും ദുനിയാവിലും ഖൈറല്ല, ആഖിറത്തിലും ഖൈറല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത, ഇസ്ലാമിന്റെ മുഖ്യ ശത്രുവായ യഹൂദികളെ സംബന്ധിച്ച് പറഞ്ഞപ്പം അവരുടെ ഒരു ഗുണം പറഞ്ഞത് അല്ല, ഒരു ദുസ്വഭാവം പറഞ്ഞത് അവര് പിശുക്കന്മാരായിരിക്കും.
അവര് സമ്പത്ത് ചെലവഴിക്കുന്ന ആൾക്കാരായിരിക്കൂല. അവര് അന്യന്റെ പ്രയാസങ്ങളെ സഹതാപത്തോടെ കാണുന്നവരായിരിക്കൂല. ഒരു അണു പോലും മറ്റുള്ളവർക്ക് നൽകി അവരെ ആശ്വസിപ്പിക്കാൻ ജൂതൻ ഒരിക്കലും ഇഷ്ടപ്പെടൂല. അല്ലാഹു പറഞ്ഞ വാക്കാണ്. അല്ലാഹു പറഞ്ഞു, അംലഹും നസീബും മിനൽ മുൽക്കി ഫഇദൻ ലാ യുഅതൂന അന്നാസ നഖീറാ. ഇനി അവർക്ക് മുഴുവൻ ആധിപത്യവും ഞാൻ കൊടുത്തു എന്ന് വെക്കാം. ഭൂലോകത്തിന്റെ അധികാരം മുഴുവൻ യഹൂദികളുടെ കയ്യിൽ ഞാൻ കൊടുത്താലും ലാ യുഅതൂന അന്നാസ നഖീറാ, അവർ ജനങ്ങൾക്ക് നഖീർ പോലും കൊടുക്കൂല. റാവി പറയുകയാണ് ആയത്തിന്റെ ഷറഹിൽ, തഫ്സീറിൽ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവയോട് ശിഷ്യന്മാര് ചോദിച്ചു, നഖീർ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന്റെ ഈ തള്ള വിരല് മുസബ്ബഹ വിരലിന്റെ അറ്റത്ത് ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് ഇങ്ങനെ ആക്കി. ഇതാണ് നഖീർ. ഇത്രത്തോളം അവര് കൊടുക്കൂല. അത്ര വലിയ പിശക്കന്മാരാണ് യഹൂദികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സത്യവിശ്വാസിക്ക് പറഞ്ഞു തന്നത്, അഥവാ നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ യഹൂദികളുടെ അംശം നിങ്ങളിൽ ഉണ്ടെന്നർത്ഥം. ശ്രദ്ധിച്ചോളണം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹു തആല ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, അൽ ബുഖ്ലു ഖദ് ലസിമ അൽ യഹൂദു ലുസൂമ അൽ-ളില്ലി ലിശംസ്. യഹൂദികൾക്ക് പിശുക്ക് എന്ന് പറഞ്ഞാൽ സൂര്യന്റെ വെയിൽ നമ്മൾ കാണുന്ന നിഴല് പോലെയാ. വെയിലുണ്ടെങ്കിൽ നിഴലുണ്ടാവും, മുമ്പിലോ ബാക്കിലോ സൈഡിലോ എവിടെ ഉണ്ടാവും. അതുപോലെയായിരിക്കും യഹൂദികൾക്ക് പിശുക്ക്. അത് അവരെ വിട്ടു മാറൂല. ഇനി അവനെ ഇട്ട് മൂടാനുള്ള സ്വത്ത് അവന് നൽകപ്പെട്ടാലും ഇല്ല വഹുവ മിൻ അബ്ഖലി ഖൽഖില്ല, അള്ളാന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ പിശുക്കന്മാർ ഇവരായിരിക്കും യഹൂദികൾ. അതുകൊണ്ട് അവരുടെ സ്വഭാവമാണത്, മുഅ്മിനിന്റെ സ്വഭാവം അല്ല എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിൽ ശക്തമായ ഭാഷയിൽ പിശുക്കന്മാരോടുള്ള അള്ളാഹുവിന്റെ വെറുപ്പ് അറിയിച്ചു. അള്ളാഹു കാക്കട്ടെ. അള്ളാന്റെ ദേഷ്യം അറിയിച്ചു. അള്ളാഹു പറഞ്ഞു, ഹാ അൻതും ഹൗലാഇ തുദഊന ലിതുൻഫിഖു ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇവരെ ചെലവഴിക്കാൻ വേണ്ടി വിളിക്കപ്പെടുമ്പം ഫമിൻകും മൻ യബ്ഖൽ, ചില ആളുകൾ പിശുക്ക് കാണിക്കാം. അള്ളാഹ്ക്കറിയാം ഓരെന്താ കൊടുത്തിട്ടുള്ളത്, ആരുടെ കൈമേൽ എന്താ ഉള്ളതെന്ന് അള്ളാഹുവിന് അറിയാം. നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കൂ എന്ന് പറയുമ്പോൾ ഫമിൻകും മൻ യബ്ഖൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ പിശുക്ക് കാണിക്കുകയാണ്. വമൻ യബ്ഖൽ ഫഇന്നമാ യബ്ഖലു അൻ നഫ്സിഹി, ആരെങ്കിലും പിശുക്ക് കാണിക്കുന്നുവെങ്കിൽ അടിയാറുകളെ അതിന്റെ ദോഷം നിങ്ങൾക്ക് മാത്രമാണ്. വല്ലാഹു ഹുവൽ ഗനി, അല്ലാഹുവിന് നിങ്ങളുടെ പൈസ ആവശ്യമില്ല. അള്ളാഹുവിന് നിങ്ങളുടെ പൈസയോ നിങ്ങളുടെ സ്വത്തോ നിങ്ങളുടെ ഒരു വസ്തുവും ആവശ്യമില്ല. അവൻ അൽ ഗനിയാണ്. അടിയാറ് മഖ്ലൂഖാത്തുകളും മുഴുവൻ അവനിലേക്ക് ആവശ്യക്കാരനാണ്. അവൻ നിങ്ങളിലേക്ക് അല്ല, ആവശ്യക്കാരനല്ല. അതുകൊണ്ട് ആരെങ്കിലും പിശുക്ക് കാണിച്ചാൽ അവന്റെ ആ ദോഷം, പിശുക്കിന്റെ അപകടം അവന്റെ നഫ്സ് തന്നെ താങ്ങേണ്ടി വരും. അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ച് എന്ത് പറഞ്ഞിട്ട് അറിയോ? ഈ സ്വഭാവമുള്ള ആൾക്കാരെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതിന് എതിരി കാണിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മുഅ്മിനാണ്, മുവഹിദാണ്, മുത്തബിഉ സുന്നയാണ്, പക്ഷെ പിശുക്കന്മാരാണ്, കൊടുക്കൂല, പൂട്ടി വെക്കും. അഥവാ നിങ്ങൾ അങ്ങനെ തന്നെ പോകാനാണ് തീരുമാനമെങ്കിൽ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും സുമ്മ ലാ യകൂനു അംസാലക്കും, ഞാൻ നിങ്ങളെ വേണ്ടാന്ന് വെക്കും, പുതിയ ആൾക്കാരെ പകരം കൊണ്ടുവരും. സുമ്മ ലാ യകൂനു അംസാലക്കും, അവർ നിങ്ങളെ പോലെ ആയിരിക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ പിടിച്ചു വെക്കുന്നവനായിരിക്കൂല, കൈ തുറന്നു കൊടുക്കുന്നവനായിരിക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. 3 വിഭാഗം ആൾക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. 3 സ്വഭാവക്കാർ. അവരോട് അള്ളാഹുവിന് ദേഷ്യമാണ്. അള്ളാഹു അവരെ തിരിഞ്ഞു നോക്കൂല. നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ റഹ്മത്തിന്റെ നോട്ടം അവർക്ക് മേലുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അവര് നശിച്ചവരാണ്. സഹായിക്കാനും രക്ഷപ്പെടുത്താനും അള്ളാഹു മാത്രമുള്ള ദിവസം അവരോട് അള്ളാഹ്ക്ക് ദേഷ്യമായിരിക്കും. 3 വിഭാഗം ആളുകൾ. 1 സലാസത്തുൻ യുബ്ഗിദുഹുമുല്ലാഹു, ഖിയാമത്ത് നാളിൽ അള്ളാഹു ദേഷ്യം പിടിക്കുന്ന 3 ആളുകൾ. മലിക്കുൻ കദ്ദാബ്, കളവ് പറയുന്ന ഭരണാധികാരി. എന്തിന്? പ്രജകളെ ഒതുക്കാൻ, മോഹവാഗ്ദാനങ്ങൾ നൽകുന്ന
ഭരണാധികാരികൾ ഉണ്ടാവും, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും, അത് തരും ഇത് തരും, ജയിച്ചിട്ട് പിന്നോനെ കാണുകയില്ല. മലിക്കുൻ കദ്ദാബ്. 2 ആയിലും മുസ്തക്ബിർ. അള്ളാഹു കാക്കട്ടെ. കിബറനായ ദരിദ്രൻ. അതാരെന്ന് മനസ്സിലായോ? കിബറനായ ദരിദ്രൻ. ഓന് അള്ളാഹു കുറച്ചേ കൊടുത്തിട്ടുണ്ടാവും. അവന് വസ്ത്രം ധരിക്കാൻ, അവന് വാഹനം വാങ്ങാൻ, അവന് വീട് വെക്കാൻ ചിലപ്പോ അല്ല കൊടുത്ത് ഇത്ര ഉണ്ടാവുള്ളൂ. പക്ഷെ അയൽപക്കത്ത് കാണുന്നോന്റെ ഇഷ്ടം പോലെ ഉണ്ടാവും. ചിലപ്പോ ചങ്ങാതിമാരെ കൈമാറി ഇഷ്ടം പോലെ ഉണ്ടാവും. ചിലപ്പോ അയൽപക്കത്തുള്ള വീട്ടിലെ കല്യാണം ലക്ഷങ്ങളുടെ കല്യാണമായിരിക്കും, ഓനി അള്ളാഹു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഞാനൊരു ആയിരാണ്, ദരിദ്രൻ, അള്ളാഹു എനിക്ക് കുറച്ചേ തന്നിട്ടുണ്ടാവും. പക്ഷെ ആൾക്കാരുടെ മുഖത്ത് കാണിക്കാൻ, ആൾക്കാരുടെ മുമ്പിൽ പെരുമ കാണിക്കാൻ ഇവൻ കടം വാങ്ങും, പലിശക്കെടുക്കും. എന്നിട്ട് ഇല്ലാത്തത് ഉണ്ടാക്കിയിട്ട് ഉള്ളവനെ പോലെ കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാൻ ശ്രമിക്കും. ആയിലും മുസ്തക്ബിർ, കിബറനായ ദരിദ്രൻ. അള്ളാഹ് അവനോട് വെറുപ്പാണ്, ദേഷ്യാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും കാണുന്ന ഒരവസ്ഥയാണ്. മക്കളെ പഠിപ്പിക്കാൻ ഗവൺമെന്റ് സ്കൂളിൽ വിടാനുള്ള പൈസ ഉണ്ടാവുള്ളൂ. ഇത് നിസ്സാര സംഗതിയല്ല. ഗവൺമെന്റ് സ്കൂളിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയേ ഉണ്ടാവുള്ളൂ. പക്ഷെ അയൽപ്പക്കത്ത് താമസിക്കുന്നവന്റെ മക്കൾ പഠിക്കുന്നത് മടിക്കേലുള്ള ഏറ്റവും ഉയർന്ന സ്കൂളിലാണ്, അല്ലെങ്കിൽ കർണാടകത്തിലുള്ള വലിയ സ്കൂളിലാണ്, അല്ലെങ്കിൽ മംഗലാപുരത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ. അയൽപ്പക്കത്തുള്ളവന്റെ മോൻ അങ്ങനെ പഠിക്കുമ്പം എന്റെ മോൻ മാത്രം അങ്ങനെ ഗവൺമെന്റ് സ്കൂളിൽ പോയിട്ട് പഠിക്കണ്ട, എങ്കിൽ ഞാൻ പിന്നെ പലിശക്കെടുക്കാം. എന്ത് ലോൺ എന്നാ പറയാ? സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ലോൺ എടുത്തിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കിബിർ കാണിക്കുന്ന ദരിദ്രൻ. അള്ളാഹ്ക്ക് വെറുപ്പവരോട്. അള്ളാഹ് കൊടുത്തത് എത്രയാണോ അതിനനുസരിച്ച് ജീവിച്ചാൽ മതി. അള്ളാഹു എന്നെയും നിങ്ങളെയും കാക്കട്ടെ. അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ല കാണിക്കുന്നത്. എന്തുകൊണ്ടറിയോ? എനിക്ക് അല്ല തന്നെയൊന്നും പോരാ, അതവന്റെ രീതി. എനിക്ക് അല്ല തന്നെയൊന്നും പോരാ, എനിക്ക് അല്ല തരുന്നില്ലെങ്കിലും ഞാൻ കാണിച്ചു കൊടുക്കാം അള്ളാഹുവിന്. ആരെയാ വെല്ലുവിളിക്കുന്നത്? ആരോടെ? എത്ര കല്യാണം നടക്കുന്നുണ്ടെന്നറിയോ? അങ്ങനെ കല്യാണത്തിന് മുമ്പൊരു പരിപാടിയുണ്ട്, പെണ്ണും കാണൽ ചടങ്ങ്. സുന്നത്താണ്. പുതിയാപ്പിള പോവണം, കെട്ടാൻ പോകുന്ന പെണ്ണിനെ കാണണം, അവന് നോക്കാൻ അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നോക്കണം. ഇഷ്ടപ്പെട്ടാൽ പെണ്ണിന്റെ ബാപ്പാനോട് പറയണം, ഇഷ്ടപ്പെട്ടു, മഹർ എത്ര വേണം, ഇന്ന് മഹർ തന്നാ കെട്ടിക്കാം. ആയോക്ക് റെഡി, കഴിഞ്ഞു, ഖലാസ്. കല്യാണം കാണുന്ന ചടങ്ങ് കഴിഞ്ഞു. പക്ഷെ അപ്പുറത്തെ വീട്ടിലെ വലിയ പൈസക്കാരനാ. ഓനോന്റെ മോനെയും കൊണ്ട് പെണ്ണ് കാണാൻ പോകുമ്പോ 2 കിലോ അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്, പിന്നെ കുറച്ച് ഡ്രസ്സ്, പിന്നെ കുറച്ച് പൊന്ന്, പിന്നെ കുറച്ച് ബദാം, പിന്നെ മടക്കേരിയിൽ എന്താ കാപ്പി എല്ലാം കൊണ്ടുപോയി. അപ്പൊ ഇവൻ നോക്കുമ്പം ഓൻ ഇത്ര എല്ലാം കൊണ്ടുവന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും കൊണ്ടുപോണ്ടേ? ഇവന് കൈമാണെങ്കിൽ പൈസ ഇല്ല. ഇവന് ദാലും ചോറും വെക്കാനുള്ള പൈസയേ ഉള്ളൂ കൈമല്. ആളുകളെ കാണിക്കാൻ, മറ്റുള്ളവരെ കൊണ്ട് മേന്മ പറയിപ്പിക്കാൻ വേണ്ടി മാത്രം കടം വാങ്ങി, ഇല്ലെങ്കിൽ പലിശക്കെടുത്ത് പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നവൻ ആയിലും മുസ്തക്ബിർ. അവൻ അഹങ്കാരിയായ പാവപ്പെട്ടവനാണ്. അള്ളാഹ് അവനോട് ദേഷ്യാണ്. പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭർത്താവ് ചിലപ്പോൾ അത്രയും കഴിവുണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ പൈസക്കാരനായിരിക്കും, പക്ഷെ ഇവക്ക് കാണിക്കണം. ഞാനും അങ്ങനെ തന്നെയാ പോയത്. കല്യാണം വന്നു പെണ്ണിന്റെ, അവൾക്ക് ധരിക്കാൻ പുതിയ പെണ്ണിന് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാം. എത്രയാണോ അള്ളാഹു നമുക്ക് തന്നത് അതിനനുസരിച്ച് പുതിയ പെണ്ണിന്റെ കല്യാണത്തിന്റെ കുപ്പായം വാങ്ങാം, അനുവദനീയമാണ്. 50,000 വായിക്കോ, കഴിവുള്ളവൻ. പക്ഷെ ഉപയോഗപ്പെടോ ഇല്ലെന്ന് ചിന്തിച്ചോളണം, ഇസ്രാഫായി പോവോ ഇല്ല എന്നുള്ളത്. ഇനി 10,000 ഡ്രസ്സേ വാങ്ങാൻ പറ്റൂ, വാങ്ങിക്കോ. 5,000 വാങ്ങാൻ പറ്റും, വാങ്ങിക്കോ. 2,000 രൂപന്റെ ചുരിദാർ പെണ്ണിന് വാങ്ങിക്കൊടുക്കാൻ കഴിവുള്ളവൻ 50,000 കടം വാങ്ങിയിട്ട് വാങ്ങുന്നത് ആയിലും മുസ്തക്ബിർ. അവൻ അഹങ്കാരിയാണ്, ധിക്കാരിയാണ്. അള്ളാഹ് അവനോട് വെറുപ്പാണ്. ഇന്ന് ഉമ്മത്തിൽ അത് അങ്ങനത്തെ ആൾക്കാരാ കൂടുതലുള്ളത്. അള്ളാഹ് തന്നനുസരിച്ച് ജീവിക്കാം, അമിതത്വം കാണിക്കരുത്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും മാപ്പാക്കി തരട്ടെ. 3-ാമത്തെ ആളാരെന്നറിയോ? ഗനിയുൻ ബഖീൽ. ഗനിയുൻ ബഖീൽ, പിശുക്കനായ പണക്കാരൻ. അള്ളാഹു വാരിക്കോരി കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ഉമ്മത്തിന് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഉമ്മത്തിന് മീൻസ് പ്രത്യേകിച്ചും അവന്റെ ഭാര്യക്കും മക്കൾക്കും പോലും ഉപകാരം ഉണ്ടാവില്ല. അങ്ങനത്തെ പണക്കാരൻ. അള്ളാഹ് അവരോട് ദേഷ്യമാണ്. അള്ളാഹു കാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസുൻ മുഹ്ലികാത്ത്. തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്.
സലാസുൻ മുഹ്ലികാത്ത്. എന്റെ സമുദായമേ, 3 കാര്യം ഉണ്ടാവാതെ ശ്രദ്ധിച്ചോളെ. 3 സ്വഭാവം അത് നിങ്ങളെ നശിപ്പിച്ചു കളയും. ഒന്ന്, ശുഹുൻ മുതാ, പിശുക്ക്. ശുഹ് എന്ന് പറഞ്ഞാൽ ആർത്തിയോടെയുള്ള പിശുക്ക്. മനുഷ്യന്റെ ഒരു പ്രകൃതി ആർത്തിയാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. പൈസ ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരൊന്നുണ്ട്. ഈ പറഞ്ഞ ഞാനടക്കം നിങ്ങളടക്കം പൈസ ആഗ്രഹിക്കലും ചെയ്യും. പക്ഷേ അത്യാഗ്രഹത്തോടു കൂടിയുള്ള ശുഹ്, പിശുക്ക്, അതുണ്ടായിക്കൂടാ. അള്ളാഹു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എന്ത് ചെയ്യുന്നില്ല? കൈ മലർക്ക തുറക്കാനും പറയുന്നില്ല. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്. അങ്ങനെ മൊത്തം തുറക്കൊന്നും വേണ്ട, എന്നാൽ പൂട്ടാനും പറ്റൂല. മധ്യമ നിലപാട് അത് സ്വീകരിച്ചോളണം. ശുഹുൻ മുതാ, പിശുക്ക് നിങ്ങളെ നശിപ്പിക്കും. വഹവൻ മുത്തബ, അള്ളാഹു കാക്കട്ടെ, പിൻപറ്റപ്പെടുന്ന ശരീരത്തിന്റെ ഇച്ഛ. അള്ളാന്റെ നിയമം ഇവിടെയുണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ കൽപ്പന ഇവിടെയുണ്ട്. ഇതിന്റെ അപ്പുറത്ത് നമ്മളെ ഇഷ്ടമുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തെയാണ് പരിഗണിക്കുന്നതെങ്കിൽ മുഹ്ലികാത്ത്, അത് നമ്മളെ നശിപ്പിച്ച് കളയും. ചിലപ്പോൾ നമുക്ക് ആ സമയത്തൊരു സുഖം ഉണ്ടാവും, ഒരു രസം ഉണ്ടാവും. ശരീരത്തിന്, കണ്ണിന്, കാതിന്, കൈകൾക്ക്, നാവിന് ഒരു സുഖം ഉണ്ടാവും. പക്ഷെ കുറച്ച് സെക്കൻഡുകൾ, മിനിറ്റുകൾ മാത്രമേ ആ സുഖം നിൽക്കുള്ളൂ. കാലാകാലത്തേക്ക് നശിപ്പിക്കുന്ന കാരണമായി പോകും. അല്ലാഹു കാക്കട്ടെ. മൂന്നാമത്തേത് സ്വയം തിരക്കേടില്ല എന്നുള്ള തോന്നല്. ഇങ്ങനെ സ്വന്തം ഞാൻ മോശമില്ല, ഗ്ലാമർ ഉണ്ട്, നിറമുണ്ട്, നല്ല കുപ്പായമുണ്ട്, നല്ല വണ്ടിയുണ്ട്, നല്ല പൈസയുണ്ട്, ആ തോന്നിച്ച അപകടമാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങളെ നശിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു റസൂൽ അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു, അതുകൊണ്ട് വത്തഖുശ്ശുഹ, പിശുക്കിനെ നിങ്ങൾ സൂക്ഷിച്ചോണിൻ. ഫഇന്നശ്ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് വന്ന പലരെയും നശിപ്പിച്ചത് അവർക്ക് ഈ ദുസ്വഭാവം ഉണ്ടായത് കൊണ്ടാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞു. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹ് സ്വഹീഹായിട്ട് ഉദ്ധരിച്ച ഹദീസാണ്. 3 വിഭാഗം ആൾക്കാർ. എന്താ അവരുടെ പ്രത്യേകത? ഇന്നല്ലാഹ ലാ യുഹിബ്ബു, അല്ലാഹു അവരെ സ്നേഹിക്കൂല, അല്ലാഹു അവരെ ഇഷ്ടപ്പെടൂല. പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല, പിന്നെ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് കാര്യമില്ല. അള്ളാന്റെ മഹബ്ബത്ത് ഇല്ലെങ്കിൽ ആഖിറത്തിന്റെ ജീവിതം കഷ്ടത്തിലുമാണ്. അതിലൊരു വിഭാഗം ആള് മുഖ്താലുൻ ഫഖൂർ, കിബ്റൻ, അഹങ്കാരി. മുഖ്താൽ, നെഞ്ചും പിരിച്ച് നടക്കുന്നവൻ ഇല്ല. അള്ളാഹു പറഞ്ഞു അടിമകളോട്, വിനയം കാണിക്കെന്റെ മുമ്പിൽ, ഞാനാ അധികാരി, എന്റെ മുമ്പിൽ നിങ്ങൾക്ക് നെഞ്ചു പിരിക്കാനൊന്നും കഴിയൂല. അൽ കിബിരിയാ ഉരിദാഇ, കിബിർ എന്റെ വസ്ത്രമാണ്, അത് നിങ്ങളെടുത്തിടാൻ നിങ്ങൾക്ക് താങ്ങൂല, നിങ്ങൾ കിബറായിക്കൂടാ, നിങ്ങൾക്ക് കിബിർ ചേരൂല. അള്ളാഹു പറഞ്ഞു അടിമകളോട്, കിബിർ നിങ്ങൾക്ക് ചേരൂല, നിങ്ങൾ വെറും ഒരു കീടമാണ്. അഹങ്കരിച്ച് മുഖ്താലും ഫഖൂറുമായി നടക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പം ഒറ്റ സെക്കൻഡിൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മുഖ്താലും ഫഖൂർ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവനാണ്. വൽ ബഖീലുൽ മന്നാൻ, 2 സ്വഭാവം. ചെയ്ത കാര്യം എടുത്തു പറയുന്ന പിശുക്കൻ. ആകെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അത് എടുത്തു പറയും ചെയ്യും, എന്നാൽ ചെയ്യേണ്ടത് ചെയ്യൂല. അൽ ബഖീലുൽ മന്നാൻ. മൂന്നാമത്തെ ആള് വത്താജിറു, കച്ചവടക്കാരൻ. മടക്കിരിക്കാറ് കേട്ടോളി. അത്താജിർ, അൽ ബാഇ, കച്ചവടക്കാരൻ. പക്ഷെ എന്താ പറഞ്ഞ സ്വഭാവം? അൽ ഹല്ലാഫ്, കൂടുതൽ സത്യം ചെയ്യുന്ന കച്ചവടക്കാരൻ. ആൾക്കാരെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കാൻ കൂടുതൽ സത്യം ചെയ്യാം, ഇല്ലാത്ത മേന്മ പറയുക സാധനങ്ങളുടെ. വല്ലാഹി സത്യം, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ ഗ്യാരണ്ടി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഈ സ്വഭാവമുള്ള ആൾക്കാർ ലാ യുഹിബ്ബുഹുമുല്ലാഹ്, അള്ളാഹു അവരെ സ്നേഹിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടി രക്ഷപ്പെട്ടു പോയി സ്വർഗത്തിലെത്താനാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ കട്ടുകടുത്ത ഭാഷയിൽ പറഞ്ഞു. സൂറത്ത് തൗബയിൽ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും. വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, സ്വർണവും വെള്ളിയും പൂഴ്ത്തി വെക്കുന്നവർ. 1000 ആവശ്യക്കാർ പരിസരത്തുണ്ടാവും, അയൽവാസികളിലുണ്ടാവും, കുടുംബക്കാരിലുണ്ടാവും, ചിലപ്പോൾ അവന്റെ ഭാര്യക്കും അവന്റെ മക്കൾക്കും ആവശ്യം ഉണ്ടാവും. പക്ഷേ യക്നിസൂൻ, പൂഴ്ത്തി വെക്കും, കൊടുക്കാൻ
അള്ളാഹു പറഞ്ഞില്ലേ, വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹ്. പൈസ ഇങ്ങനെ കൂട്ടി വെക്കുക, എണ്ണിക്കൊണ്ടിരിക്കുക, ഇടയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ എണ്ണും, ഇടയ്ക്ക് എടുത്തിട്ട് എണ്ണും. യഹ്സബു അന്ന മാലഹു അഖ്ലദഹ്. അവൻ എന്താ വിചാരിക്കുന്നറിയോ? പൈസ ഇങ്ങനെ കുറെ ഉണ്ടെങ്കിൽ ആ പൈസ അവനിങ്ങനെ കുറെ കാലം കൊണ്ടേക്കോളും. യഹ്സബു, അവൻ വിചാരിക്കാണ്, ശരിയല്ല, വിചാരം മാത്രമാണ്. അന്ന മാലഹു അഖ്ലദഹ്, ആ പൈസ അവനെ ഒരുപാട് കാലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകും എന്നാ ഓൻ വിചാരിക്കുന്നത്. എന്നിട്ട് ആർക്കും കൊടുക്കാണ്ട് ഇങ്ങനെ എണ്ണി എണ്ണി വെക്കും. യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്. അള്ളാന്റെ മാർഗത്തിൽ അവൻ ചെലവഴിക്കൂല. എന്താണ് ഈ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് വന്നെന്താ? പള്ളിക്ക് കൊടുക്കുക, മദ്രസക്ക് കൊടുക്കുക. നിന്റെ ഭാര്യന്റെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണം, അതും ഫീ സബീലില്ലാഹിയ. നമ്മുടെ മക്കൾക്ക് ഇടാൻ വേണ്ടി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ചെരുപ്പ്, ഫീ സബീലില്ലാഹിയ. സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പെൻസിൽ, ഫീ സബീലില്ലാഹിയ. മൂത്താപ്പാന്റെ മോനുണ്ട്, മൂത്താപ്പാക്ക് ജോലിയൊന്നുമില്ല, ആ മോൻ പെൻസിലിന്റെ കഷ്ണം കൊണ്ടാ പോകുന്നത് കണ്ടു, ഓനൊരു പുതിയ പെൻസിൽ വാങ്ങിക്കൊടുക്കൽ, ഫീ സബീലില്ലാഹ്. പക്ഷെ കൊടുക്കൂല ഇവന്റെ പൈസ തീർന്നു പോകും. മക്കൾ രോഗിയാവും, എന്നാലും ചികിത്സ. ഇബ്നു ഖുദാമ റഹ്മഹുല്ലാഹ് പറഞ്ഞ പോലെ ചില പിശുക്കന്മാരുണ്ട്, അവർ രോഗിയാവും, ചികിത്സിക്കുക പോലും ഇല്ല, കാരണം പൈസ തീർന്നു പോകും. പല ആഗ്രഹങ്ങളും അവന്റെ മനസ്സിലുണ്ടാവും, പക്ഷെ ആഗ്രഹങ്ങളൊന്നും അവൻ പൂർത്തിയാക്കൂല. പിശുക്കുണ്ട്. ഒരു 2 ലക്ഷം റുപ്യന്റെ കാറ് വാങ്ങാനുള്ള കഴിവോനുണ്ടാവും, ഓന്റെ അവസ്ഥക്കനുസരിച്ചുള്ള വണ്ടി, പക്ഷെ വാങ്ങൂല. ചോദിക്കുമ്പോൾ പറയും, നടക്കലല്ലേ നല്ലത്. നടക്കല് നന്നായിട്ട് നടക്കുന്നതല്ല, ഓന്റെ പൈസ പോയി പോകുന്ന പ്രശ്നത്തിലാവും വാങ്ങാത്തത്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറഞ്ഞു, മനുഷ്യന് ആഗ്രഹമുണ്ട് പലതും, പക്ഷെ ചെയ്യില്ല, പൈസ കഴിഞ്ഞു പോകും. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സൂറത്തു തൗബ. ഫബശ്ശിർഹും, നബിയേ നിങ്ങൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചോളിൻ. ബിഅദാബിൻ അലീം, വേദനയുള്ള ശിക്ഷയുണ്ട്. ഇവിടെ അനുഭവിക്കുന്നില്ല, നാളെ ആഖിറത്തിൽ തീരെയില്ല. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും. അവരുടെ നെറ്റിയിലും പാർശ്വഭാഗത്തും സൈഡിലും ഒക്കെ ഈ നാണയങ്ങൾ നരകത്തിന്റെ തീയിൽ ചൂടാക്കിയിട്ട് ശരീരത്തിൽ വെച്ച് ചൂടാക്കും. നമുക്ക് തിരിയില്ല. നമ്മൾ ഉറുപ്പിന്റെ കോയിൻസ് മെഴുകുതിരിക്ക് വെച്ചിട്ട് ചൂടാക്കുന്നതിനെ പറ്റിയാ ചിന്തിക്കുക. അള്ളാഹു ഖുർആന പറഞ്ഞ് ഞാൻ ചൂടാക്കും. എന്താ പറയാന്നറിയാ? ഹദാ മാ കനസ്തും ലിഅൻഫുസിക്കും. ഇതാണ് നിങ്ങൾ പൂഴ്ത്തിവെച്ച നിങ്ങളുടെ സ്വത്ത്. ഫദൂഖു മാ കുൻതും തക്നിസൂൻ. നിങ്ങൾ പൂഴ്ത്തിവെച്ചല്ലേ, ദൂഖു, രുചിച്ചനുഭവിച്ചോളെ. അല്ലാഹു ആകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശുജാഉൽ അഖ്റ എന്ന പാമ്പിനെ അവന്റെ കഴുത്തിലിടുമ്പം ഇവൻ പേടിച്ച് കരയാൻ തുടങ്ങും. ചോദിക്കും, വൈലക്, ആരാണ് നീ? അപ്പൊ ആ പാമ്പ് പറയും, അന മാലുക് അന കൻസുക്. ഞാൻ നിന്റെ പൈസയാണ്, ഞാൻ നീ പൂഴ്ത്തിവെച്ച നിന്റെ സ്വത്താണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികൾ, മൊത്തം തുറക്കാനല്ല, നമ്മുടെ മനസ്സിൽ തോന്നണം, അൽഹംദുലില്ലാ അള്ളാഹു പറഞ്ഞ പോലെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇസ്തഫ്തി ഖൽബക്. ഞാൻ പിശുക്കനാണോ അല്ലേ എന്നുള്ളത് ഇസ്തഫ്തി ഖൽബക്, നീ നിന്റെ ഖൽബിനോട് ചോദിക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ ഖൽബ് നല്ല പറയുന്നുണ്ടോ? അൽഹംദുലില്ലാ. ഇല്ലേ? ശ്രദ്ധിച്ചോളി. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മുടെ മുൻഗാമികൾ സലഫുസ്വാലിഹികൾ ഈ ഒരു ദുസ്വഭാവത്തെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഖൗമിൻ ശർറൻ, ഒരാൾക്ക് അള്ളാഹു എന്തെങ്കിലും ഷർറ് തീരുമാനിച്ചാൽ, ഒരു അപകടം നിശ്ചയിച്ചാൽ, അവൻ ചെയ്യുന്നൊരു ജോലി, അമറല്ലാഹു അലൈഹിം ശിറാറഹും,
അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ ആളുകളെ അവരുടെ നേതാക്കളാക്കും. ഭരണാധികാരിയായി ഏറ്റവും മോശമായ ആളുകളെ കൊണ്ടുവരും. നമ്മുടെ രാജ്യത്ത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതാരുടെ പ്രശ്നമെന്നറിയോ? മുവഹിദുകളുടെ പ്രശ്നമാണ്. മുശ്രിക്കിന്റെ അല്ല, സൂഫികളെ അല്ല, ഖുബൂരികളെ അല്ല, മരിച്ച മയ്യത്തിന്റെ ബാക്ക് പോകുന്ന ആൾക്കാരെ പ്രശ്നം കൊണ്ടല്ല. മുവഹിദുകൾ തെറ്റുമ്പോഴാണ് അള്ളാഹ്ക്ക് ദേഷ്യം പിടിക്കുക. മുവഹിദുകൾ തെറ്റിയാൽ മോശമായ ആളുകളുടെ അധികാരത്തിൽ അള്ളാഹു കൊണ്ടുവരും. അവരുടെ റിസ്ക് അള്ളാഹു അവരിലുള്ള പിശുക്കന്മാരെ കൈമലി ഏൽപ്പിക്കും. പട്ടിണി കൊണ്ടും പ്രയാസം കൊണ്ടും കഷ്ടപ്പെട്ടു പോകും. ഇതൊരു സത്യമാണ്, ഇന്ന് ദുനിയാവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സത്യം. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരാൾ നല്ല ചില കാര്യങ്ങൾ പറഞ്ഞു. മുതിഹത്ത്, ഒരു പെണ്ണിനെ നന്നായിട്ട് പുകഴ്ത്തി പറഞ്ഞു. പറഞ്ഞ വാക്കെന്താ അറിയോ സഹാബാക്കൾ? സവ്വാമത്തുൻ ഖവ്വാമ. ആ പെണ്ണ് ഒരുപാട് നോമ്പെടുക്കുന്ന സ്ത്രീയാണ്, രാത്രി ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കുന്ന സ്ത്രീയാണ്, വളരെ നല്ല പെണ്ണാണ്. ശരിയാണ്, നല്ല സ്വഭാവമാണത്. ഇത് പറഞ്ഞിട്ട് അവര് പറഞ്ഞു, ഇല്ല അന്ന ഫീഹ ബുഖ്ല. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ യാ റസൂലല്ലാഹ്, അവളൊരു പിശുക്കിയ, കൈ തുറന്നു കൊടുക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമാ ഖൈറുഹാ ഇദൻ, ഫമാ ഖൈറുഹാ ഇദൻ. അപ്പൊ പിന്നെ എന്ത് ഖൈറാ നിങ്ങൾ ആ പെണ്ണിനെ പറ്റി പറയുന്നത്? നോമ്പുകാരിയാണ്, തഹജ്ജുദ്കാരിയാണ്. ഈ ഒറ്റ ദുസ്വഭാവം കൊണ്ട് റസൂലുള്ളാഹി ചോദിച്ച വാക്കെന്താണ്? ഫമാ ഖൈറുഹാ ഇദൻ. പിന്നെ എന്ത് ഖൈറാവുള്ളത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആക്ഷേപിക്കപ്പെട്ട ദുസ്വഭാവമാണ്. യഹ്യ ഇബ്നു മുആദ് റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, മാ ഫിൽ ഖൽബി ലിൽ അസ്ഖിയാഇ ഇല്ലാ ഹുബ്ബുൻ വലൗ കാനൂ ഫുജ്ജാറ. തോന്നിവാസികളാണെങ്കിലും തെമ്മാടികളാണെങ്കിലും ധർമ്മിഷ്ഠരാണെങ്കിൽ നമ്മുടെ ഖൽബിൽ അവരോട് ഇഷ്ടമാണ്. ദുനിയാവിൽ അങ്ങനെ തന്നെയല്ലേ? മുശ്രിക്കാണെങ്കിലും ആളുകളെ സഹായിക്കുന്ന ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ മനുഷ്യന്മാർ അവരെ സ്നേഹിക്കും. അതേസമയം വലിൽ ബുഖലാഇ ഇല്ലാ ബുഗ്ദുൻ വലൗ കാനൂ അബ്റാറ. നല്ല മനുഷ്യന്മാരാണെങ്കിലും പിശുക്കനാണെങ്കിൽ ദേഷ്യം മാത്രമേ ആൾക്കാർക്ക് അവരോട് ഉണ്ടാവുള്ളൂ. മോനെ നന്മ ഒന്നും പിന്നെ ആൾക്കാർ കാണൂല. ചോദിക്കും മനുഷ്യന്മാര്, എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? അടുത്ത കൈക്ക് ഉപ്പ് തേക്കൂല. എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? കഞ്ചൂസാണ്, മക്കി ജ്യൂസ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാനുള്ള വഴികൾ തരണം. ഉലമാക്കൾ പറഞ്ഞു, അതിലൊന്തെന്നറിയോ? നഫ്സിനോട് ജിഹാദ് ചെയ്യലാണ്. പിശുക്ക് തോന്നുന്നുണ്ട് എന്ന് കാണുമ്പം നിർബന്ധമായിട്ടും കൊടുക്കണം. എൻ്റെ മനസ്സ് നഫ്സ് സമ്മതിക്കുന്നില്ല എന്ന് കാണുമ്പം മുജാഹദത്തുൻ നഫ്സ്. എവിടെയൊക്കെയാണോ നഫ്സ് തടസ്സം പറയുന്നത് അവിടെയൊക്കെ നഫ്സിനെ തോൽപ്പിച്ചു കൊടുക്കാൻ മെനക്കെട്ടാൽ നഫ്സ് അടിമപ്പെടും, പിന്നെ തടയാൻ നിൽക്കൂല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശൈത്താൻ നൽകുന്ന കള്ളമായ വാഗ്ദാനങ്ങളെ വിശ്വസിക്കാതിരിക്കുക. എന്താ ശൈത്താൻ നൽകുന്ന വാഗ്ദാനം? അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. ശൈത്താൻ വന്നിട്ട് പറയുക, വേറൊരു ആവശ്യമില്ലേ, മറ്റൊരുത്ത് കൊടുക്കാനുള്ളതല്ലേ, ഇന്ന് ആവശ്യമില്ലല്ലേ, മറ്റേ ചെയ്യാനുള്ളതല്ലേ. ഇവൻ ദാരിദ്ര്യം പറഞ്ഞിട്ട് ഭയപ്പെടുത്തും വിശ്വാസികളെ. ഒരു മക്കൾ പറഞ്ഞു, ശൈത്താൻ അങ്ങനെ വന്നിട്ട് ഉപദേശിക്കുമ്പോൾ അത് സത്യമാക്കാതെ അള്ളാഹുവിന്റെ വഅദ സത്യമാക്കുക. അള്ളാഹു വഅദ ചെയ്യുന്നത് സ്വർഗവും അതേപോലെ തന്നെ ദുനിയാവിലുള്ള ഖൈറുമാണ്. മൂന്നാമത്തെ കാര്യം, അൽ ഇസ്തിആദതു ബില്ലാഹി മിനൽ ബുഖൽ. അള്ളാഹുവിനോട് കാവൽ തേടണം പിശുക്കിൽ നിന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖൽ. അള്ളാഹുവേ, പിശുക്കിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഏത് പ്രവാചകൻ? കയ്യിലുള്ളതെല്ലാം വാരി കോരി കൊടുത്ത പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി വീട്ടിലേക്ക്. സഹാബ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇത്ര ധൃതി എന്താണ്? അപ്പൊ പറഞ്ഞു, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് കുറച്ച് ദിർഹമുണ്ടായിരുന്നു വീട്ടിൽ, സദഖ ചെയ്യാൻ വേണ്ടി പോയതാണ്. അത് ബാക്കി വെച്ചിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്രവാചകനായി പറയുന്ന അല്ലാഹുവേ, പിശുക്കിൽ നിന്ന് കാക്കണേ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നേതാവ്, നമ്മളെ ദീൻ പഠിപ്പിച്ച, ജീവിച്ച് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ കാര്യം, അന്നദ്റു ഫീ അവാഖിബി അഹ്ലിൽ ഹിർസി അലൽ മാൽ. പണത്തിനോട് അത്യാഗ്രഹം കാണിച്ച ആളുകളുടെ അനന്തര ഫലം, ചരിത്രം, അതൊന്നും ചിന്തിക്കുക. നമുക്കറിയാലോ ദുനിയാവിലോട്, കം തറകു മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം. എത്രയെത്ര ആളുകൾ
എത്ര കൊട്ടാരങ്ങളും തോട്ടങ്ങളും ബിൽഡിങ്ങുകളും വിട്ടിട്ട് പോയി അതിനെപ്പറ്റി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, മുവഹിദുകൾ, മുഅ്മിനുകൾ സൽസ്വഭാവികളാവണം. അള്ളാഹു ആക്ഷേപിച്ച, അള്ളാഹു വെറുത്ത ദുസ്വഭാവങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ സഹോദരൻ യൂനിസ് ബായി രോഗിയാണ്, എല്ലാവരും ദുആയിൽ ഓർക്കണം ഇൻഷാ അല്ലാഹ്. അതുപോലെ പുത്തൂരിൽ നിന്ന് ഒരാൾ അവരുടെ കുഞ്ഞിൻ്റെ അസുഖം പറഞ്ഞ് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാവും. കൈ പൊക്കിയാൽ ഉത്തരം കിട്ടുന്ന ആളുകൾ ഉണ്ടാവും. പറയാൻ കഴിയില്ല, ആരെയും മുഖം നോക്കിയിട്ടും കാല് നോക്കിയിട്ടൊന്നും നമുക്ക് വിഷയം പറയാൻ കഴിയില്ല. ചിലപ്പോൾ അവർ കൈ പൊക്കിയാൽ മതി, അള്ളാഹു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ദുആയിൽ ഓർക്കണം. അള്ളാഹു അവരെയും നമ്മയും പൂർണ്ണ ശിഫാഉം സിഹത്തും ആഫിയത്തും നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കട്ടെ. മാരകമായ രോഗങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും തകർന്നു പോകുന്ന അള്ളാഹുവിൻ്റെ വിധികൾ അള്ളാഹു എല്ലാത്തിനെ തൊട്ടും കാത്തിരക്ഷിക്കട്ടെ. അലാ വ ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല അമറനാ വ അമറക്കും ബിസ്സലാത്തി വസ്സലാമി അലാ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഫസല്ലു വസല്ലിമു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ارض عن خلفاء الراشدين وأفضل أمراء المرشدين، عن أولهم أبي بكر وعمر وعثمان وعلي رضي الله عنهم أجمعين، وعن الصحابة والقرابة كلهم أجمعين، ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.